അപ്പൊ മലൈക്കോട്ടെ വാലിബൻ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇറക്കിയത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ റിസ്ക് എടുക്കുന്ന കാര്യം പറഞ്ഞാ ഫസ്റ്റ് പാർട്ട് അവരല്ല പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ സെക്കൻഡ് പാർട്ട് പ്രൊഡ്യൂസർ പിന്മാറി എന്ന് പറയുന്നത്. ഈ ആന്റി ബിൽബർഡ് ആള് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ഹിറ്റായ ആളുടെ പടം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഒരു ആണെങ്കിൽ ഓഡിയൻ അല്ല, ഒടിയൻ ഹിറ്റാണോ? ഓഡിയൻ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആണ്. അല്ല അപ്പൊ ആളായിട്ട് രണ്ടാമത് പടം വരുന്നുണ്ടെന്ന് പൃഥ്വിരാജ് ചെയ്തില്ലേ ലൂസിഫർ ഫസ്റ്റ് പടമല്ല. അല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ ഹിറ്റായ ആളുടെ ഒപ്പം മാത്രമേ പടം ചെയ്യുള്ളൂ. അല്ല അങ്ങനെയല്ല പുള്ളി സാധാരണ ഒരു പടങ്ങൾ ഹിറ്റാക്കിയിട്ടുള്ള ആളുടെയാണ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൃശ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ജിത്തു ജോസഫിന്റെ വേറെ പടങ്ങൾ പ്രൊഡ്യൂസ് അങ്ങനെ ആന്റി ബിൽബർഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നപ്പോൾ പുള്ളി ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. എത്രയോ രൂപ പുള്ളിക്ക് പോയി, പുള്ളിയെ ഒരുപാട് എത്രയോ രൂപ പുള്ളിക്ക് പ്രൊഡക്ഷനിൽ പോയെന്ന് അറിയാം. അന്ന് മമ്മൂട്ടി ഒറ്റ പടം, മമ്മൂട്ടി ഇപ്പോഴും ബിഗ് ബഡ്ജറ്റ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മമ്മൂട്ടി എന്നോട് ജോൺ പോൾ സ്ക്രിപ്റ്റായിട്ട് ജോൺ പോൾ എന്നോട് സ്ക്രിപ്റ്റായിട്ട് ബിഗ് ബഡ്ജറ്റ് സ്ക്രിപ്റ്റായിട്ട് ജോൺ പോൾ പറഞ്ഞാണ് മമ്മൂട്ടി ഒറ്റ രൂപ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവണ്ട എല്ലാം റിയൽ എസ്റ്റേറ്റ്. പക്ഷെ മോഹൻലാലാണ് നല്ല സിനിമ വേണ്ടി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് നല്ല സിനിമ സ്വന്തം സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തേ. അതൊന്നും ഓടിയിട്ടില്ല. ഇപ്പൊ ഭരതോ ആയാലും ഇഷാനി അബ്ദുള്ള ആയാലും കമലതല ഇതൊന്നും വലിയ നല്ല പടങ്ങളാണ്. അത് ഈ പറഞ്ഞ പടങ്ങളെല്ലാം നല്ല പടങ്ങളാണ്. അത് പുള്ളി പ്രൊഡ്യൂസ് സമയമാണ് അവിടെ പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 80-കളിൽ 90-കളിൽ മോഹൻലാലാണ് സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ടിരുന്ന എല്ലാം തീരുമാനിച്ച പുള്ളിയാണ്. ഇപ്പൊ ആന്റി ബിൽബർഡ് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമായില്ല. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാൻ പല പ്രൊഡ്യൂസേഴ്സും സ്വന്തമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കും. പൃഥ്വിരാജ് ചെയ്യുന്നതാണ്, അവർക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ അല്ലാതെ കുറെ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് സ്വന്തമായിട്ട് അഭിനയിച്ച് സിനിമയിൽ കയറാൻ വേണ്ടിട്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ചെയ്യണ്ട. പക്ഷെ മോഹൻലാലിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാലഘട്ടം ലാലേട്ടന്റെ തുടക്ക കാലഘട്ടമാണ്. തുടക്കമല്ല, ഞാൻ പറയുന്നത് 91 എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണ്. 86 പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തത്. രാജാവിന്റെ മകനൊക്കെ വരുന്നതിന് മുമ്പാണ്. അല്ലല്ല, അത് കഴിഞ്ഞിട്ടാണ് ഇഷാനി ശബ്ദത്തിലെല്ലാം 92-ലാണ് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തത്. 86 പുള്ളി രാജാവിന്റെ മകനോ 86 രാജാവിന്റെ മകനാണ് സൂപ്പർ സ്റ്റാർ ആയത്. 86 92-ലാണ് ഈ കമലതല പടം ഇറങ്ങിയത്. പുള്ളിക്ക് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് പോയാൻ നല്ല കാശ് കിട്ടിയാണ്. മമ്മൂട്ടി അത് ബുദ്ധിപൂർവ്വം ചെയ്താ. ഇയാൾ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണ്. പക്ഷെ മമ്മൂക്കിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ളത് ഇപ്പൊ ലാലേട്ടനാണ്. അത് ഹോട്ടലുണ്ട്, അത് കല്യാണം കാരണം മമ്മൂക്കിക്ക് ഒരു തിയേറ്റർ പോലും ഇല്ല. അല്ല, പുള്ളിയുടെ കല്യാണം കാരണം പുള്ളിയുടെ വൈഫിന്റെ ഫാമിലി ഭയങ്കര റിച്ച് ഫാമിലിയാണ്. അതുകൊണ്ടാണ് പുള്ളി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പുള്ളി പിടിച്ചിരിക്കാനുള്ള കാരണം അതാണ്. അല്ലെങ്കിൽ പുള്ളി ഡൗൺ ആയി പോയാണ്. മോഹൻലാൽ ഒരുപാട് ഫിനാൻഷ്യൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ കിട്ടുന്നതല്ല. ഓരോ ഇൻഡസ്ട്രി ഉണ്ടാക്കുമ്പോഴാണ് റേറ്റ് കൂട്ടണം. വെറുതെ കൂട്ടാൻ പറ്റില്ല. പക്ഷെ ലാലേട്ടൻ കുറച്ചുകൂടെ ആർട്ട് മൂവീസ് ഏറ്റവും കൂടുതൽ ചെയ്ത മമ്മൂട്ടിയാണ് മോഹൻലാലിനെ കാട്ടും. ആർട്ട് മൂവീസ് മമ്മൂട്ടി കുറെ ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ അത്ര ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കോ രവീന്ദ്രന്റെ ഇന്റർവ്യൂ പറഞ്ഞപ്പോ പഴശ്ശിരാജനെ നമുക്ക് മമ്മൂക്കേനെ അല്ലാതെ ലാലേട്ടനെ ചിന്തിച്ച് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ കാര്യങ്ങൾ. കൊച്ചിയിൽ മോഹൻലാൽ ഇത്തിക്കര ബാക്കി നന്നായി ചെയ്തിട്ടുണ്ടോ? നന്നായി ചെയ്തു ഇത്തിക്കര ബാക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹിസ്റ്റോറിക്കൽ വേഷങ്ങൾ ഒരുപാട് മരക്കാറ് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു ക്യാരക്ടർ. നല്ല മൂവിയാണ്. ഞാൻ പറയുന്നത് ലാലേട്ടന്റെ ആ ഒരു അല്ലെ, ഒരു ഏത് സിനിമ ഫ്ലോപ്പ് ആയാലും മോഹൻലാലിന്റെ പെർഫോമൻസ് ഡൗൺ ആവാറില്ല. വേറെ പല കാരണം കൊണ്ടാണ് ഫ്ലോപ്പ് ആവുന്നത്. മോഹൻലാലിന്റെ ആക്ടിങ് ഒരിക്കലും മോശമായിട്ടില്ല. അത് ഡയറക്ഷൻ ആ പടം ബേസിക്കലി നല്ലതാണ്. ലാഗായി വന്ന പ്രശ്നമായതാ. അല്ല, അതില് ഡയലോഗ് ഡെലിവറി ഒക്കെ ഇപ്പോഴും ക്രിഞ്ച് ആയിട്ട് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഭാവ അഭിനയുണ്ട്, ഫേഷ്യൽ എക്സ്പ്രസ്, അതെല്ലാം ഇപ്പൊ മോഹൻലാൽ കുറച്ച് പോയിരിക്കുകയാണ്. അത് മോഹൻലാൽ തന്നെ ഏറ്റവും മുന്നിലാണ്. അല്ല, പക്ഷെ ഡയലോഗ്സ് നമ്മൾ നോക്കണ്ടേ? അതിനകത്ത് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നതെന്നൊക്കെ മരക്കാറില്ല വെട്ടി. അതൊക്കെ ഒരുപാട് സ്ലാങ് ഒന്നും പറ്റത്തില്ല. മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്കല്ല പൗരസ്യല ബോഡി ഉണ്ട്, നല്ല ശബ്ദമുണ്ട്. ഇതൊന്നും മോഹൻലാലിനില്ല. മോഹൻലാലില്ല അഭിനയം മാത്രമേ ഉള്ളൂ. അയാൾ നമ്മുടെ ഇന്ത്യയിൽ വേൾഡിലെ 98% ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സാണ്. ഹോളിവുഡ് ആക്ടേഴ്സ് ആയാലും കമലഹാസനായാലും ഇപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റിലായാലും മമ്മൂട്ടി ആയാലും ഇവരെല്ലാം മെത്തേഡ് ആക്ടിംഗ് ആണ്. പക്ഷെ മോഹൻലാൽ രണ്ടും പറ്റും. ഇപ്പോൾ കിലുക്കോ അല്ലെങ്കിൽ സ്പടികം ചെയ്യുമ്പോൾ നാച്ചുറൽ ആക്ടിംഗ് ആയിരിക്കും. അറ്റ് സെയിം ടൈം വാനപ്രസ്ഥവും ഭരതം ചെയ്യുമ്പോൾ മെത്തേഡ് ആക്ടിംഗ് ആയിരിക്കും. ഇത് രണ്ടു പേരും നടന്ന വേറെ ഇല്ല. ഇയാൾക്ക് ഒരു ഹാങ് ഓവറിലാണ്. ഇയാൾ ഒരു കഥാപാത്രം ഒരു സെന്റിമെന്റ് സീനായിരിക്കും. അത് പറയുന്നത് തുടങ്ങുന്ന നേരം തമാശ കൊണ്ടിരിക്കും. അതിനെ തിരിച്ചറിയും ഒരു ഹാങ് ഓവറിലാണ് നടന്നു. ബാക്കിയുള്ളവർക്ക് എന്തൊരു ഹാങ് ഓവറാണ്. ഇയാളുടെ ഒരു പ്രൈം ടൈം പറഞ്ഞാൽ late 80s early 90s ആയിരുന്നു.
അന്ന് അതിൽ ചെയ്യാൻ പറ്റാത്ത റോൾസ് ഇല്ലായി. എൻ്റെ ചെറുപ്പകാലത്തെ എല്ലാം ഉഗ്രപടങ്ങളായി. ഞാൻ സാധ്യതയില്ല തിയേറ്ററിൽ പോയി കണ്ടെത്തുന്ന ആളാണ്. അന്ന് പുള്ളിയുടെ ഗോൾഡൻ ടൈം ആയിരുന്നു. പുള്ളിയുടെ ആസ്ട്രോളജി തെറ്റാൻ ആൾക്കാർ പറയും. പുള്ളിയുടെ 17 മുതലുള്ള ഫസ്റ്റ് തിരുനോട്ടം മുതൽ 37 വയസ്സുള്ള എന്നാണ് ആ പേര് പ്രിൻസ് വരുന്നവരാണ്. പുള്ളിയുടെ നല്ല ടൈമായിരുന്നു. അതേന് പിന്നെ ഈ നരസിംഹമാണ് വേറെ രീതിയിലേക്ക് മാറ്റിയത്. അത് അതിന് വന്നിട്ടുള്ളൂ. നരസിംഹം കഴിഞ്ഞ് 13 ഫ്ലോപ്പ് വന്നു, അതിന് തിരിച്ചു വന്നു. പിന്നെ ന്യൂ ജനറേഷൻ ആകുമ്പോൾ ഡൗൺ ആയി, പിന്നും വന്നു. അത് പുള്ളി തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഒരു കംബാക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതാണ് തന്മൂർത്തി പടം മാറ്റി വെച്ചിരിക്കുന്നത്. മാറ്റല്ല, അല്ല അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുതിയ ഡയറക്ടേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട്. ആവേശം ഡയറക്ടർ ചാൻസ് കൊടുത്തു. പക്ഷേ കുഴപ്പമാണ് ഈ പുതിയ ഡയറക്ടേഴ്സ് പുള്ളി വെച്ച ഫാൻ ബോയ് പടങ്ങളെ പഠിക്കുന്നത്. പുള്ളി പോലെ ആക്ടിങ് ഔട്ട് റോൾസ് കൊടുക്കുന്നില്ല. അല്ല എടുക്കാത്തല്ലേ. ഈ ബിഗ് ബഡ്ജറ്റ് പറഞ്ഞാൽ ഈ ആനിമേ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബഡ്ജറ്റ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരുപാട് നല്ല സിനിമകൾ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഷാജുൻ കരൻ്റെ 1% ആയിട്ടുള്ള പടം, ഒരുപാട് പേര് ഗൗതം മേനോട് ഫിലിം, പല ഫിലിം പുള്ളി മാറ്റി വെച്ചു. റംബ മാറ്റിയപ്പോൾ ഒരുപാട് നല്ല അഭിനയശാസ്ത്ര പുള്ളി അടുത്താത് വന്നു. എല്ലാം കളഞ്ഞ് ബിഗ് ബഡ്ജറ്റിന് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആൻഡി പെരുമ്പാവൂർ ബിഗ് ബഡ്ജറ്റിനോട് ഉദ്ദേശിക്കുന്ന കാശിലാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം പ്രണവ് എന്തായാലും ഇനി സിനിമയിൽ വരില്ല, പുള്ളിക്ക് താല്പര്യമില്ല. മോഹൻലാലിന് എത്ര വർഷം ഉണ്ടാവും? കുറച്ച് വർഷം ഉണ്ടാവും. ആ നാളോട് മാക്സിമം കാശിലാക്കണമെന്ന് നോക്കണം. അത് മോഹൻലാലിന് അറിയില്ല. ആൻഡി പെരുമ്പാവൂരിനെ സ്ട്രാറ്റജിയാണ്. മോഹൻലാൽ ഫുള്ളി കൺട്രോൾ ബൈ ആൻഡി പെരുമ്പാവൂരാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവിടെ എല്ലാം ഇയാളെ കൺട്രോൾ ചെയ്യുന്നത്. പണ്ട് ഫിലിം ഉണ്ട് സൂര്യപുത്രി പറഞ്ഞു, മറ്റേ അമലയും അവസാനം ശ്രീവിദ്യക്കാൻ പറ്റും. അതുപോലെ സംഭവിക്കുന്ന പേടിയുണ്ട്. അത് മുഴുവൻ ആൻഡി പെരുമ്പാവൂർ കൺട്രോളിലാണ്. ഇപ്പോൾ ഇട്ടിമാണി ഒരു പടം ഫ്ലോപ്പായിട്ട് ഇട്ടിമാണി ഫിലിമിൻ്റെ ഡയറക്ടർ ആൻഡി പെരുമ്പാവൂരിൻ്റെ കസിൻസാണ്. മോഹൻലാലോട് സ്ക്രീൻ പറയുകയാണ് ഈ പടം ഹിറ്റാണ്. പല പടം ഹിറ്റാണ് ഫ്ലോപ്പാണ് പോലും പുള്ളി അറിയുന്നില്ല. മാത്രമല്ല പുള്ളി അറിയുന്നില്ല. സിനിമ കാണാൻ അങ്ങനെ പറയുമ്പോൾ പുള്ളി വളരെ സെൻസിറ്റീവ് ഇങ്ങനെ പുറമേ കാണിക്കുന്നതാണ്. പുള്ളിയുടെ വൈഫ് എല്ലാവരും പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവാണ് പുറമേ. അതുകൊണ്ടാണ് പുള്ളിക്ക് വൈരാഗ്യമുള്ളത്. പുള്ളി ഒരിക്കലും ഒരാൾ വേദനിപ്പിച്ചാൽ പുള്ളി ഒരിക്കലും ക്ഷമിക്കില്ല, മറക്കില്ല. അത് അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്, പുറമേ കാണിക്കാത്തതാണ്. ശരിക്കും എല്ലാം നല്ല ഫീലിംഗ് ഉള്ള ആൾ തന്നെയാണ്, പുറമേ കാണിക്കാത്തതാണ്. പക്ഷേ എമ്പുരാൻ എനിക്കറിയില്ല എങ്ങനെ വരുമെന്ന് അറിയില്ല. സിനിമാക്കാരൻ്റെ പണിയൊക്കെ ഉണ്ട് എമ്പുരാണ്. പണ്ട് മരക്കാർ ഇറങ്ങപ്പോൾ ഫിയോക്കിന്റെ വിജയകുമാർ നല്ല പണി വെച്ചു മരക്കാർ ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി. ആ ഒരു കളി ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ വലിയ പ്രൊഡക്ഷൻ റിലീസ് പത്ത് വന്നില്ലേ, ഇങ്ങനത്തെ മൂവീസ് വന്നാലേ എന്തായാലും എമ്പുരാൻ വിജയിക്കണം. എന്നാലും ഇങ്ങനത്തെ എനിക്കൊരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ പറ്റും. റിലീസ് പോത്തൻ ഇങ്ങനത്തെ ഒരു എമ്പുരാൻ ഹിറ്റായില്ല, എനിക്കൊരു ബിഗ് ബഡ്ജറ്റ് പടം എടുക്കാനുള്ള കോൺഫിഡൻസ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ സിനിമാക്കാരന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാമോ? ബഡ്ജറ്റ് എനിക്കറിയില്ല, പക്ഷേ വലിയൊരു ലാർജ് സ്കെയിൽ ഫിലിമാണ് ഇത്. ലൂസിഫർ പോലും കേരളത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഫിലിമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊമോഷനും കുറവാണല്ലോ. തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഹൃദയപൂർവ്വമാണ് സിനിമയുടെ മോളെ ബ്രേക്ക് എടുക്കുക. 2 ആഴ്ച ഇനി മുഴുവൻ മാർക്കറ്റിംഗ് പ്രൊമോഷനാണ്. പുള്ളി ബ്രേക്ക് എടുത്തല്ലോ ഹൃദയപൂർവ്വം പ്രൊമോഷനാണ്. ഈ പ്രൊമോഷനിൽ ആരും പറയുമ്പോൾ ഈ മാർക്കോൾ സിനിമ പ്രൊമോട്ടർ ആളുണ്ട്, ഒബ്സ്കർ റിൻസിയാണ് എനിക്കറിയാം. അവിടെ അവർ വേറെ ആരും ചെയ്യാത്തില്ല മാർക്കറ്റിൽ കൊണ്ടാണ് മാർക്കോ ഹിറ്റായത്. ഇവരെല്ലാം എന്താ ജസ്റ്റ് പോയി ഇൻ്റർവ്യൂ കൊടുക്കുക, യൂഷ്വൽ പാറ്റേൺ പോലെയാണ്. ഒരു ഔട്ട് ഓഫ് ബോക്സ് അമീർ ഖാൻ പോലെ ചിന്തിച്ച അവരാണ്. അതുകൊണ്ടാണ് മാർക്കോ ഇത്ര ഹിറ്റാവാൻ കാരണം. അങ്ങനത്തെ മാർക്കറ്റിംഗ് ഇവിടെ ഇല്ല. ഏത് ഓഡിയൻസിനും എനിക്കറിയാതെ ഒബ്സ്കറല്ല റിൻസിയാണ് അവർക്കറിയാം. ഏത് ഓഡിയൻസിന് വേണം അവർക്ക് എത്തിച്ചു വരാം. മറ്റേതിലെ വെറുതെ ഈ പ്രൊമോഷൻ ഇപ്പോൾ നിഖില വന്ന് വെറുതെ ഇൻ്റർവ്യൂ ചളി പറഞ്ഞൊന്നും കാര്യമില്ല. കുറേ 5-10 ഇൻ്റർവ്യൂ കൊടുത്ത് ഒരു കാര്യമില്ല. അല്ല, ഒരു അഡൾട്ടറേറ്റഡ് മൂവി ആയിട്ട് പോലും എത്ര ഹിറ്റ് അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പക്ഷെ അതിന്റെ സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ അത് വയലൻസ്. ഫസ്റ്റ് അത് കുഴപ്പമില്ല. എനിക്ക് വയലൻ മൂവി ഞാൻ കാണാറില്ല, എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല, അത്ര പ്രശ്നമില്ല. പക്ഷെ വയലൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന അത്ര നല്ല കണ്ടല്ല. ചർച്ചാ വിഷയമാണ് ഇപ്പൊ സിനിമ. വയലൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന അത്ര വയലൻസ് ഇല്ല. വേറെ കിക്കുകൾ പറഞ്ഞ ഭയങ്കര വയലൻസ് ആണ്. എന്തായാലും വയലൻസ് ഇഷ്ടപ്പെടുന്ന അത്ര നല്ല കാര്യമല്ല. നല്ല കാര്യമല്ല. ഇപ്പൊ ജയിലർ പോലും ഭയങ്കര വയലൻസ് ചെയ്താ എന്നേ പറഞ്ഞാണ്. അതെ, അന്ന് ആ മൂവി ഏതാണ് അശ്വിൻ കോക്കിന് അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടം. കോക്കിന് അങ്ങനത്തെ വയലൻസ് ഫിലിമൊക്കെ ഇഷ്ടം. വയലൻസ് അത്ര നല്ലതല്ല, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന യൂത്ത് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് മാർക്ക് പോലും സിനിമ ഇറക്കിയത്. ഒരു സിനിമയെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ കണ്ടാൽ കുഴപ്പമില്ല. ഇപ്പോൾ സിനിമയിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നു അത് നമ്മൾ കണ്ടുപിടിക്കണം. നല്ല ആൾക്കാർ നല്ലതെടുക്കും, മോശം ആൾക്കാർ മോശം എടുക്കും. ഞാൻ എത്രയോ സിനിമയില്ല മോഹൻലാൽ സിനിമയിൽ കണ്ടുപിടിക്കുന്ന നീ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്രയുണ്ട്. അത് നല്ല മനുഷ്യൻ നല്ലതെടുക്കും, മോശം എടുക്കുക. അല്ലാതെ സിനിമയുടെ കുഴപ്പമൊന്നുമല്ല. മാർക്കോൾ ഈ പറയുന്ന അത്ര വയലൻസ് ഒന്നുമില്ല, ഞാൻ കണ്ടതാണ്. സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ. എന്തായാലും എമ്പുരാൻ എനിക്കറിയില്ല 50-50 ഇരിക്കുകയാണ്. പ്രതീക്ഷ പോയാ
അത് ആഗ്രഹമല്ലേ, അത് ആഗ്രഹമാണ്. എനിക്കറിയില്ല എങ്ങനെ വരുമോന്ന്.